യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബസൂക്ക എന്നുള്ള നമ്മൾ മമ്മൂട്ടീനെ പടത്തിന് കൂടുതലായിട്ടും നെഗറ്റീവ് റിവ്യൂകളാണ്. എന്താണ് ഈ നെഗറ്റീവ് റിവ്യൂ ഇങ്ങനെ പറയുന്നത് അറിയില്ല. അശ്വന്ത് കോക്കിനെ പോലത്തെ ആളുകളൊക്കെ കുറേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു പടം വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. ഇത് മമ്മൂട്ടി ഇതുവരെ ചെയ്തിരുന്ന ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പടത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു ഗെയിം ബേസ്ഡ് ആന്റി ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു സിനിമയാണ്, നല്ലൊരു പടം തന്നെയാണ്. നമുക്ക് മമ്മൂട്ടി ഇപ്പോൾ വലിയേട്ടനോ അതല്ലെങ്കിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സോ അങ്ങനെയൊന്നും കരുതിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് പോയിട്ട് കാര്യമില്ല. അതുപോലെ കോമഡി, നല്ലൊരു പാട്ട്, ഡാൻസ് അതും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ പടം നമ്മളെ വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ക്ലൈമാക്സും അതേപോലെ തന്നെ നല്ലൊരു ത്രില്ലറുമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സസ്പെൻസും ഈ ഒരു പടത്തിലുണ്ട്. ആ ഒരു പടം കണ്ട് തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോഴേ ചിലപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് കാണുള്ളൂ. മൊബൈലിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കാണും. അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ബസൂക്ക. അതിലൊരു സംശയമല്ല. നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞവർ പറയട്ടെ എന്ന്, ഒരു വട്ടെങ്കിലും ആ പടം ഒന്ന് തിയേറ്ററിൽ നിന്ന് കാണാനുള്ളത് ഉണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളി.